ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? റാഹത്താണോ? കമന്റ് കേട്ടോ. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നതേ നമ്മളെ ബിഗ് ബോസിലെ രേണു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തില്ലേ, അപ്പോൾ അതിനെ പറ്റിയിട്ട് ആ ചെയ്ത ഷോപ്പിലെ ആ സ്ത്രീ ഇരുന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർ പറയുന്നുണ്ട്, രേണു വിവേകമൊന്നും ഇല്ലാണ്ട് സംസാരിക്കുന്നെന്ന്. എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്, രേണു പറയുന്ന കുറെ കാര്യങ്ങള് നമ്മള് എന്താണ് പറയുന്നത് നമുക്ക് പോലും ഒരു ഇതില്ലാണ്ട് പറയുന്ന പോലെ ഉണ്ട് കേട്ടാ, ഒരു ബോധമില്ലാണ്ട് പറയുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരെ ഷോപ്പിൽ നിന്ന് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തപ്പോൾ മുടി വാഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രേണു ബിഗ് ബോസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ആ ഷോപ്പിൽ അവർ വന്നിട്ട് അത് ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൽ പറയുന്നത് രേണുവിന് വിവേകമില്ലാണ്ട് സംസാരിക്കും പോലെ തോന്നി എന്നൊക്കെയാണ്. അത് ശരിയാണ്. ചില സമയത്ത് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഒരുപാട് ഇതാക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരിതും ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ എല്ലാ ഇതിലും ചെന്ന് ചാടത്തില്ലേ, അതേപോലെയാണ് ഈ രേണുവിൻ്റെ അവസ്ഥ. പിന്നെ അതിൽ പറയുന്നുണ്ട്, രേണുവിൻ്റെ തലയിൽ നിന്ന് എന്തോ പൊടി വരുന്ന കാര്യം രേണു ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ അത് എക്സ്റ്റൻഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമല്ല. രേണു ക്ലീനിങ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവരെ മുടിയിൽ പേൻ ഫുള്ള് വന്നിട്ട് അതായിരിക്കാം കാണുന്നത്. പക്ഷെ അവരത് പുറത്ത് പറയുന്നത് ഇവരെ ഷോപ്പിനെ മോശമാക്കുന്ന രീതിയിൽ, അതായത് ഒരു മെസ്സേജ് കൊടുക്കുന്നത്, അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ല പുറത്തേക്ക് കൊടുക്കുന്നത് പറഞ്ഞിട്ടാണ് അവരത് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതിലെനിക്ക് തോന്നിയ കാര്യം, രേണുവിന് വിവേകമില്ലാണ്ട് സംസാരിക്കുന്നു. ചില നേരത്ത് മാത്രമേ എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടുള്ളൂ, ചില നേരത്ത് കുഴപ്പമില്ലാത്ത രീതിയിലും ബിഹേവ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എന്താ പറയുക, ഓരോരുത്തര ആ കുട്ടി നോർമലി അങ്ങനെയാണ്, എന്താ സംസാരിക്കുന്നതെന്ന് ബോധേടല്ല. അപ്പൊ എന്തായാലും ആ ഷോപ്പിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബിലൊക്കെ ചാനൽസിലൊക്കെ ഒത്തിരി ഓൺലൈൻ മീഡിയാസൊക്കെ ഈ ബിഗ് ബോസിൽ ഇപ്പോൾ പോയിരിക്കുന്ന രേണു സുധിയുടെ ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് കുറേ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാം ഇതെങ്ങനെ കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. എക്സ്റ്റൻഷൻ നമ്മുടെ സ്വന്തം മുടി വളർത്തിയെന്നെടുക്കുന്നില്ലല്ലോ, അപ്പം അതിൻ്റെതായ രീതിയിലുള്ള കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് ഫോമിൽ നല്ലപോലെ ചോദിച്ച് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ പോലുള്ള എക്സ്റ്റൻഷൻ എന്നല്ല എല്ലാ സർവീസുകളും, നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിൻ്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. അതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ രേണുവിന് എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തു. പക്ഷേ പുള്ളിക്കാരിയുടെ തിരക്കുകൊണ്ടാണ് തീർച്ചയായിട്ടും. അവർ ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളാ എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടായിരുന്നു. ഒരു മുടി അവർ കോംബ് ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല, ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാങ്കിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല. അവര് മുടി കെട്ടി വെച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് നടക്കുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളിക്കാരി എനിക്ക് തോന്നി ഞങ്ങൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും ഈ മുടി ഇങ്ങനെ വലിച്ചു ഈവൻ എൻ്റെ മുടി പോലും ഞാനിങ്ങനെ ഒരു 1 month കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥ എന്താ, എൻ്റെ എന്നല്ല നമ്മുടെയൊക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പം രേണു സുധിയുടെ മുടി പോയി എന്നവർ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത്, ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്ത് ഒന്നുകൂടെ വീഡിയോ ചെക്ക് ചെയ്യുന്നത്. അതിൽ രേണു പറയുന്നുണ്ട് ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം. ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഞാൻ ശരിക്കും ഷോക്കായി. പുള്ളിക്കാർ പറഞ്ഞ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. വളരെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷനാണ്. അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം, നിങ്ങൾക്ക് ഓയിൽ ഇടാം, ഷാംപൂ വാഷ് ചെയ്യാം, ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം.
അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റൻഷനാണ് നമ്മൾ വെച്ചു കൊടുത്തത്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 5 days ഒരു പ്രാവശ്യം കണ്ടേ ഹെയർ വാഷ് ചെയ്യുള്ളൂ. പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല, നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം, എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക, പിന്നെയും ഡസ്റ്റ് അടിഞ്ഞുകൂടാനും നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ്, ലൈസ്, പെയിൻ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില്, ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരിപ്പോകുന്നല്ല പറഞ്ഞത്. അതായത് ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ, പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു. എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട്, പെയിൻ ആയിട്ടുണ്ട്. അതായത് ആ ഒരു അതായത് ഇൻസൾട്ട്, അതായത് വേറെ ആള് കാണുമ്പോൾ പലരുടെയും ഒരു പ്രശ്നം, അയ്യോ പേരെന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീക്കും അയ്യോ അതൊരു ഭയങ്കര നാണക്കേടാവും. അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരി ഇങ്ങനെ കാണിച്ചത്. അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട്, അത് ഷുവറാണ്. എന്നുവെച്ചാല് ഒട്ടും ക്ലൻസിനെസ്, അതായത് ഹെയർ വാഷും ഇല്ല, മുടിയോ കോംബ് ചെയ്യാറില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പെയിൻ തന്നെയാണ്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല, അത് ചെയ്തവർക്കറിയാം. ഇപ്പോഴും ഞാൻ എന്റെ ക്ലിനിക്കിൽ 4 ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്തോണ്ടിരിക്കും. ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു, എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾക്ക് ഇല്ല, അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല, അങ്ങനെ ഒരു മെറ്റീരിയൽ അതിലില്ല, ഇങ്ങനെ ഡസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഒന്നും ഇല്ല അതില്. അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ പലരും കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത്. അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല, ഹെയർ വരാൻ സാധ്യതയില്ല. അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പുള്ളി തലൊന്നും വരുത്തൊന്നുമില്ല. അപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അത് പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പലരും അതിൽ പറഞ്ഞു അയ്യോ റൂം ഇനി കൂട്ടിപ്പോയാൽ മതി എന്നൊക്കെ. പക്ഷേ റൂമ 10 വർഷമായി ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ട്, അതായത് എക്സ്റ്റൻഷൻസ് ആയാലും പെർമനന്റ് കോസ്മെറ്റിക്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സുകളൊക്കെ ആണെങ്കിലും ഇവിടെ ചെയ്തവർക്കറിയാം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്, എന്താണ് ഞങ്ങളുടെ സർവീസ് എന്നുള്ളത്. ഞാനത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു 10 പേരില് ഒരു 7 പേർക്ക് നമ്മൾ സാറ്റിസ്ഫൈ ആക്കാൻ പറ്റുള്ളൂ. ബാക്കി 3 പേര് നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിന് മോശം അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നവർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ പറയാറുണ്ട്, നമ്മുടെ ഇവിടെ വന്ന് എന്ത് സർവീസ് എടുത്താലും നിങ്ങൾക്ക് എന്ത് കറക്ഷൻ ആണെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനമാണിത്. അപ്പൊ അതില് യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന ഇങ്ങനെ അയ്യോ റൂമേരി ഈ ഷട്ടർ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് റൂമിനെ കുറിച്ച് അറിയാത്തവരാണ് ഈ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ക്ലയൻസിന് വരാൻ പോകുന്ന ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ബെസ്റ്റ് സർവീസ് മാത്രമാണ് റൂമിൽ കൊടുക്കുന്നത്. ഇപ്പൊ ഹെയർ എക്സ്റ്റൻഷൻ ആണെങ്കിലും ബാക്കിയുള്ള എന്ത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും. ഇനി അഥവാ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ക്ലിയർ ചെയ്ത് റെഡിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥാപനമാണിത്. പിന്നെ ഞാൻ രേണുവിന്റെ ഈ പ്രശ്നം, രേണു ബിഗ് ബോസിൽ നിന്ന് എന്നിറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രേണുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് സത്യാവസ്ഥ ഞാൻ അറിയിക്കും. അപ്പം രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനം ഈ വർഷം ഇത്രയും നാളും പോയത്. രേണു എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ മാത്രമല്ല ചെയ്തത്, മൈക്രോബ്ലേഡിങ് ചെയ്തു, സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ട് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ രേണുവിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് എനിക്ക് രേണു മനഃപൂർവ്വം പറഞ്ഞതല്ല. രേണു അതിൽ കെയറിങ് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഓൺലൈൻ മീഡിയാസ് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ കുട്ടി കാണിക്കുന്ന വേറെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ബിസിനസ്സിനെതിരെ പ്രവർത്തിച്ചിട്ടും കാര്യം അതിനെ ബാധിക്കില്ല. എന്താന്ന് വെച്ചാൽ എന്റെ ക്ലയൻസിന് എന്റെ സർവീസ് ഡെയിലി. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ നമ്മളെ ജാസ്മിനെ ഇതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത്. ഇതിപ്പോ രേണുവിന്റെ മുടി നമ്മളിപ്പോ ബിഗ് ബോസിൽ ദിവസം കാണുന്നുണ്ടല്ലോ, ആ മുടി കണ്ടാൽ തന്നെ അല്ല ചകിരി കൊത്തുപോലെ അത് വാഷിങ്ങും കെയറിങ്ങും ഒന്നും ചെയ്യാത്ത ഒരിതിൽ കിടക്കുവാണ്. അപ്പൊ അവര് പറയുന്നതിൽ കാര്യമുണ്ട്. അവര് പറയുന്നുണ്ട് അങ്ങനെ മുടി ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ആളാണെന്ന് അറിഞ്ഞില്ല, അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കത് ചെയ്തു കൊടുക്കില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്.
നമ്മൾ അത്രത്തോളം അത് കെയർ ചെയ്യണം. ഒരു ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മുടിയിലേക്ക് വേറൊരു സെപ്പറേറ്റ് മുടിയെടുത്ത് ഫീഡ് ചെയ്യുവാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ കെയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് രേണു ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അത് അവരെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരെ ഷോപ്പിന് മോശമായിട്ടൊരു സംഭവം വരുമ്പോൾ അവരെന്തായാലും അത് പറയുമല്ലോ. അപ്പോൾ കസ്റ്റമർ നെക്സ്റ്റ് കസ്റ്റമറിലേക്ക് പോകുന്ന ഒരു മെസ്സേജാണ് അത്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയുമ്പോൾ പിന്നെ ആ ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സ് കുറവായിരിക്കുമല്ലോ. രേണുവിന് ഈ സംഭവത്തിനെ പറ്റി അറിയാഞ്ഞിട്ടായിരിക്കാം അല്ലേ? അതാ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് അറിയാണ്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പേജ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാര്യം ഡെയിലി എൻ്റെ അപ്ഡേറ്റ്സ് അന്നത്തെ വർക്കുകൾ തന്നെയാണ്. അതിലൊരു VFX ആഡോ മറ്റുള്ള ആഡുകളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും എൻ്റെ ഇല്ല. വളരെ റിയൽ ആയിട്ടുള്ള സർവീസുകൾ തന്നെയാണ് എൻ്റെ ഡെയിലി വർക്ക്സ് ആണ് സ്റ്റാറ്റസ് ആയിട്ടും പേജുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും പ്രശ്നം മനുഷ്യരാണ്, നമ്മുടെ ബോഡിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസും പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും പെർഫെക്ഷന് കുറവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരും. അതൊരു വലിയൊരു ഡീലല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ രേണുസുധിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, രേണുസുധിക്കുണ്ടായ പ്രശ്നം പുള്ളിക്കാരിയുടെ മെയിൻ്റനൻസ് കുറഞ്ഞതും കെയറിങ് ഇല്ലാത്തത് തന്നെയാണ്. അതിവിടെ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് എക്സ്റ്റൻഷൻ ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ തലയിൽ എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ട് ചിലപ്പോൾ മുടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു മുടിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതിലെന്തെങ്കിലും ഗ്രീസി കണ്ടന്റോ ഓയിൽ കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്ലിപ്പായി പോകും. അത് വരാതിരിക്കുക. ഇനി വന്നാലും നിങ്ങൾ ആ ഹെയറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യും. ഇതൊരു വലിയ ഡീലല്ല. അപ്പോൾ ഇതൊക്കെ തയ്യാറായിട്ടുള്ളവർ മാത്രമാണ് ഇങ്ങനെയുള്ള എക്സ്റ്റൻഷനൊക്കെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക്, ഇങ്ങനെ ഒരു പ്രശ്നം, അതായത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു രേണുസുധിയെപ്പോലുള്ള ഒരാൾക്ക് അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അവരത് എങ്ങനെ കെയർ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല. നമ്മളൊരു സർവീസ് ചെയ്തു കൊടുത്തു. അവരൊരു മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, മോശമല്ല ശ്രീ. അവർക്ക് ഒരു അറിവില്ലായ്മയുണ്ട്, അവർക്ക് കുറേ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത്, അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമായി വരുന്നുണ്ടാവും. എന്തായാലും ശരി, രേണു വന്നു കഴിഞ്ഞാൽ രേണു ബിഗ് ബോസിൽ എന്നിറങ്ങുന്ന അന്നത്തെ ദിവസം ഞാൻ അതിൻ്റെ സത്യാവസ്ഥയായിട്ട് അവരെ കൊണ്ട് തന്നെ അവർ എന്തൊക്കെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു അല്ലെങ്കിൽ എന്തുമാത്രം കെയറിങ് അവർ ചെയ്തു എന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എക്സ്റ്റൻഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെച്ചവരൊക്കെ മനസ്സിലാക്കിയിട്ട് എക്സ്റ്റൻഷൻ ചെയ്യാം കേട്ടോ. നമുക്കിവിടെ എക്സ്റ്റൻഷൻ മാത്രമല്ല, ഇതൊരു ഹെയർ എക്സ്റ്റൻഷൻ സെൻറ്റർ അല്ല. അതായത്